ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആയിരിക്കുമെന്നാണ് അവർ ആലോചിക്കുന്നത്. പക്ഷേ അതല്ല, നമുക്ക് എത്തുന്ന ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞിട്ട് നമുക്കൊരു ടേബിൾ ടോപ്പാണ്. ഏറ്റവും നല്ല ജിയോഗ്രഫിക്കലി നല്ല ഒരു തണുപ്പും നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു ജില്ലയാണ് വയനാട്. അതുപോലെ തന്നെ ഇപ്പറ സൈഡ് നമുക്ക് കണ്ണൂരും ഒരു സൈഡ് കോഴിക്കോട് മലപ്പുറത്തിൻ്റെ ബോർഡറിൽ നമുക്ക് എയർപോർട്ടിൻ്റെ ഈസി ആയിട്ടുള്ള ഒരു ആക്സസ് ഉണ്ട്. ഈ സൈഡിലാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂർ മൈസൂരിൻ്റെ നല്ല കണക്ടിവിറ്റിയും ഉണ്ട്. അപ്പോൾ ഇൻഡസ്ട്രീസ് ത്രൈവ് ചെയ്യാനുള്ള നല്ല അന്തരീക്ഷമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, കുറേ കുട്ടികളെ കൂടെ ഞാൻ യൂഷ്വലി സംസാരിക്കും. നമ്മുടെ ഒരു ഗുഡ് മോർണിംഗ് കളക്ടർ പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ കളക്ടറിനെ കണ്ടില്ല. അപ്പോൾ ഞാൻ കളക്ടറായ ശേഷം കുറേ കുട്ടികളും കളക്ടർ ചേംബറിലേക്ക് വരണം, കുട്ടികളെ കൂടെ നേരിട്ട് സംസാരിക്കണം എന്ന ഒരു ആഗ്രഹം കൂടി എല്ലാ ബുധനാഴ്ച രാവിലെ 9:30 ആകുമ്പോഴത്തേക്ക് കുട്ടികൾ എൻ്റെ ചേംബറിലേക്ക്. അവരെല്ലാവരും തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം, വയനാട്ടിൽ എന്തുകൊണ്ടാണ് മാഡം നമുക്ക് കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല? ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുവാണെങ്കിലും മറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം ചെയ്യുവാണെങ്കിലും നമുക്കിവിടെ അവകാശം ഉണ്ടോ, അവസരങ്ങൾ നമുക്കുണ്ടോ? നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാത്തിനും പുറത്തു പോകുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉള്ളത്? അതിനെ എന്തെങ്കിലും മാഡത്തിന് ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ താങ്കൾ ചെയ്യുന്ന കാര്യങ്ങളും പുറത്ത് കുറേ ആൾക്കാരിനെ അറിയില്ല. ഇത്രയും MSME മേഖലയിൽ നമ്മളെല്ലാ റിവ്യൂ ചെയ്യുമ്പോൾ കാണാറുണ്ട്, വയനാട് ഫസ്റ്റാണ്, ടോപ്പാണ് എല്ലാ കേരളത്തിൽ. പക്ഷേ ഇത് പുറത്ത് ആൾക്കാർക്ക് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ കുറേ ആൾക്കാർ എന്നെയും പുറത്തിൽ നിന്നും കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ എന്തൊക്കെയാണ് ഇതും കൂടി ആൾക്കാർക്ക് എത്തുന്നുണ്ട്. സോ ആ ഒരു ബ്രിഡ്ജ് നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ സെറ്റിൽ ആയിട്ടുള്ള ഈ ട്രൈ ചെയ്യുന്ന എത്രയോ ഓൺടർപ്രനേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ ഈ സമയം നമ്മൾ പറയുമ്പോൾ ഒരു ബിൽഡിംഗ് എടുത്തിട്ട് കച്ചവടം നടക്കുന്നത് മാത്രമല്ല, കുറേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിൽ നല്ല രീതിയിൽ ചെയ്യുന്ന ചെറുപ്പക്കാരുമുണ്ട്. സോ അവർക്കും കൂടി ആവശ്യമായിട്ടുള്ള മെൻറ്റോറിങ് നിങ്ങൾ ചെയ്തു തരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആൾക്കാരിനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. ആ ഒരു ബ്രിഡ്ജ് മാറ്റാനുള്ള എന്താണ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള നടപടികളും താങ്കൾ എല്ലാവരും, ബിക്കോസ് യു ആർ ഓൾറെഡി സീസൺഡ് ആയിട്ടുള്ള ഓൺടർപ്രനേഴ്സാണ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തെ കൊണ്ട് നിങ്ങൾ ചെയ്യണം. പിന്നെ താങ്കൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും എല്ലാവിധ ആശംസകൾ. നന്ദി, നമസ്കാരം.